അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ബെയ്ത്തുണ്ട് മക്കളെ, നല്ല ബെയ്ത്ത്. മനസ്സിന് അല്പെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഉപകാരപ്പെട്ടൊരു ബെയ്ത്ത്. ഈ ബെയ്ത്തും ഇതിൻ്റെ അർത്ഥവും ശരിക്ക് ചിന്തിച്ചാൽ സത്യവിശ്വാസികളെക്കുറിച്ചിടത്തോളം അവനൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഹൃദയത്തിൽ കയറുന്ന ഒരു ബെയ്ത്താണത്. വിശദമായി ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും. മബാലുദീനിക തുർല അൻ തുദന്നിസുഹു വ ഇന്ന സൗബക മഗ്സൂലും മിനദ്ദനസി തർജുന്ന ജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. സത്യത്തിൽ വലിയ ആ ബെയ്ത്ത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിനിങ്ങനെ കൊടുക്കുമ്പോൾ, മനസ്സുകൊണ്ടിങ്ങനെ മൂളി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു വൈബാണത്. മാ ബാലു ദീനിക്ക, നിന്റെ വിശ്വാസം, നിന്റെ ദീന് എന്താണ്, അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. തുർല അൻ തുദന്നിസുഹു, ആ ദീനിലൊരു അഴുക്ക് വരുന്നത് നിനക്കിഷ്ടാണോ? എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടുന്നത്? എന്തൊക്കെ കമൻറ്റുകളാണ് നീ അടിച്ചുവിടുന്നത്? മൂത്തവരുണ്ടോ, ചെറിയവരുണ്ടോ, വലിയവരുണ്ടോ, ബഹുമാനുണ്ടോ, ആദരവുണ്ടോ? നീ ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ? 5 വഖത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാണോ നീ? ആഖിറത്തിൽ വിശ്വാസമുള്ളവനാണോ നീ? എങ്കിൽ നീ ഉൾക്കൊണ്ട ദീനിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ അഴുക്ക് പോരുന്നതിന് നിനക്കിഷ്ടാണോ? അഴുക്ക് പോരുക എന്ന് പറഞ്ഞാൽ ആ ദീൻ ഉൾക്കൊണ്ട നിന്റെ കൽബിന് അഴുക്ക് പോരുകയാണ്, അഴുക്ക് വരികയാണ്. നീ അറിയാതെ വരികയാണ്. നീ ഒന്നും ചെയ്തിട്ടില്ല, നിന്റെ വിരലുകളെ കൊണ്ട് എന്തോ ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നീ എന്തോ ഒന്ന് ചിന്തിച്ചിട്ടുള്ളൂ, നീ എന്തോ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ അത് സീരിയസ് ആക്കിയില്ല. ആ അഴുക്ക് പോലെ വരികയാണ്. ആ അഴുക്കങ്ങനെ കയറി നാറാൻ പോവുകയാണ്. അടുത്ത് നിൽക്കുന്നവർക്കും പറ്റണില്ല, അത്രമാത്രം നാറുകയാണ് നിന്റെ സ്വഭാവം. ഇന്ന സൗബക്ക മഹസൂലും മിനദ്ദനസി, നിന്റെ വസ്ത്രത്തിൽ ഒരല്പം അഴുക്കായാൽ നീ അതിട്ട് പുറത്തു പോവില്ല. നീ അത് കഴുകി വൃത്തിയാക്കിയിട്ട് നിന്റെ വസ്ത്രം നീ നല്ല ഉഷാറാക്കും അല്ലേ? പക്ഷെ ദീനിലെന്തെങ്കിലും പറ്റുകയാണെങ്കിലോ, എൻ്റെ മനസ്സിലെന്തെങ്കിലും അഴുക്ക് പറ്റുകയാണെങ്കിലോ ഒരു വിഷയമില്ല നിനക്ക്. എൻ്റെ ഡ്രസ്സോ ഒഞ്ചുന്ന ഡ്രസ്സ്, അതിലൊരു അഴുക്ക് വരുന്നാൽ അപ്പം തന്നെ നീ ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കും. പിന്നെ അതിട്ടിട്ട് നീ പുറത്തു പോകണില്ല. ഒരു ചെറിയ കറ പോലും നിൻ്റെ ഡ്രസ്സിൽ കാണാൻ പാടില്ല എന്ന നിൻ്റെ ചിന്ത. പക്ഷെ ആ ചിന്ത നീ ദീനിന് കൊടുക്കുന്നില്ല. തർജുന്ന ജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. എല്ലാവർക്കും പരാജയപ്പെടണമെന്ന് ആർക്കും ചിന്ത ഉണ്ടാവില്ല. രക്ഷപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. കള്ളു കുടിച്ച് കുഴഞ്ഞാടി 4 കാലുമ്മ നടക്കുന്നവനോടും അള്ളാഹു സ്വർഗത്തിലാക്കി തരട്ടെ എന്ന് പറഞ്ഞ അവൻ ആമീൻ പറയും. എത്ര മോശക്കാരനാണെങ്കിലും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞവൻ ആമീന്ന് പറയും. തെർജുന്ന ജാത്ത, രക്ഷയെ നീ ആഗ്രഹിക്കുന്നു, പക്ഷേ വലം തസ്ലുക് മസാലികഹ, ആ സ്വർഗത്തിൻ്റെ വഴി, രക്ഷപ്പെടേണ്ട വഴി നീ തിരഞ്ഞെടുക്കുന്നില്ല. അത് നീ ഇപ്പോഴും അന്ധമായ എന്തോ ഒരു ജീവിതത്തിലാണുള്ളത്. ആക്ഷേപങ്ങളും കുറ്റങ്ങളും കുറവുകളും മറ്റു പലതും മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവർക്കെതിരെ പറയുകയും അവർക്ക് അനുകൂലമായി പറയുകയും, ഇതിനൊക്കെയാണ് നിനക്ക് സമയമുള്ളൂ. നീ രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നില്ല. രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നീ ആ വഴിയിൽ പ്രവേശിക്കുന്നില്ല. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി, ഈ കപ്പൽ എന്ന വാഹനം കരയുടെ മേൽ ഓടൂലട്ടോ. അത് കരയിൽ ഓടുന്നതല്ല, അത് കടലിൽ ഓടുന്നതാണ്. അത് കടലിൽ തന്നെ ഓടിക്കണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട്
ട്രെയിൻ വന്നപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിലങ്ങ് കയറിയിട്ട് പടച്ച റബ്ബേ നീ എന്നെ കാസർകോട്ടേക്ക് എത്തിക്കണേ എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നമ്മുടെയൊക്കെ ജീവിതം പോകുന്നത്. എന്നിട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, നമ്മൾ ഉഷാറാണെന്ന് പറയുക, നമ്മൾ നല്ലവരാണെന്ന് പറയുക, മറ്റുള്ളവരൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക. ഞാൻ ഉൾക്കൊണ്ട അതേ രാഷ്ട്രീയം, അതേ വിശ്വാസം, അതന്നെ ശരി, മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന് ചിന്തിക്കുക. എല്ലാവർക്കും അതിൻ്റേതായ ഒരു പടവുണ്ട്, അതിൻ്റേതായ ഒരു സ്റ്റാൻഡുണ്ട്. പറയേണ്ടത് പറയണം, വിമർശിക്കേണ്ടത് വിമർശിക്കണം. പക്ഷെ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിൻ്റെ മനസ്സുകൊണ്ട് നീ അത് തീരുമാനമെടുക്കണം. മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും വേണ്ടി മാത്രം നിൻ്റെ സമയം കളയാനുള്ളതല്ല. അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നിൻ്റെ കൽബിൽ ഒരു കറ വീണാൽ ആ കറ അങ്ങനെ കൂടി 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 വരുമ്പോൾ ഞാനീ പറയുന്ന വാക്കുകളൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നേരെ മറിച്ച് നീ വേഗം പോകലെന്തിലെന്നറിയോ? വല്ല കോമഡിയോ വല്ല വേണ്ടാത്ത വല്ല കാര്യങ്ങളോ ക്രിയേഷൻ മറ്റുള്ള റീക്രിയേഷൻ ചെയ്ത വീഡിയോകളോ ഇതൊക്കെ കാണാനാണ് നിനക്ക് ഇൻട്രസ്റ്റ് കൂടുക. നല്ലത് കേൾക്കാൻ നിൻ്റെ മനസ്സിന് കഴിയാതെ വരുന്നത് നിൻ്റെ കൽബിലെന്തോ കേട് സംഭവിച്ചിട്ടുണ്ട്. കൽബ് കേടുവന്നാൽ പിന്നെ പോയില്ല കഥ. ശരീരത്തിലൊരു മാംസപ്പിണ്ടുണ്ട്. ആ മാംസപ്പിണ്ടം നന്നായാൽ ശരീരം മുഴുക്ക നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുക്ക കേടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഹൃദയം ശുദ്ധിയല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല മക്കളെ, ഒരു കാര്യമില്ല. അല്ലാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഇതൊന്നും പറയാൻ ഞാൻ അർഹനല്ല, പക്ഷെ ഞാൻ പറയണത് നോക്കി. ചെറുത്തേനെ കാടഞ്ഞെടുത്താലും നോടി മധുരക്കുറവതിനില്ലാമേ. ഇത് പറയാൻ നിനക്കെന്തത് അർഹത എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാണ്, കാട്ടിലെ തേന് കാടൻ പോയി എടുത്താലും അവിടുത്തെ രാജാവ് പോയി എടുത്താലും മധുരത്തിന് മാറ്റമൊന്നുമില്ല. എടുത്തത് ആര് എന്നതല്ല, പറഞ്ഞ വാക്കുകൾ അത് ഫലം ചെയ്യണം. വന്ദുർ ഇലൽ മഖാലി ലാമൻ കാല. പറയുന്ന ആളിലേക്ക് നോക്കണ്ട, പറഞ്ഞ വിഷയത്തിലേക്ക് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിരുത്തി ചിന്തിക്കാനും പഠിക്കാനും നമുക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഏതോ ഒരു യാന്ത്രിക ലോകത്താണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാളധികം മോശങ്ങളുമുണ്ട്. എന്തെങ്കിലും കാണുമ്പോഴേക്ക് ക്ലിക്ക് ചെയ്ത് അതിലങ്ങ് ആകർഷ്ടനായി പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ ടൈപ്പ് കൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാണെന്ന്, എത്ര ആളുകളുടെ മനസ്സ് നീ വേദനിപ്പിച്ചെന്ന്. ആ വേദനയൊക്കെ നിനക്കൊരു ഹരമായിട്ടാണോ നീ കാണുന്നത്? ആദർശത്തെ എതിർക്കണം. നമ്മൾ ഉൾക്കൊണ്ട ആദർശം, സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിനെതിരെ വരുന്ന വിഷയത്തെ ശക്തമായി എതിർക്കണം. അത് കൂലിയുള്ള കാര്യമാണ്. നമ്മൾ ഉൾക്കൊണ്ട വിഷയത്തെക്കുറിച്ചും നമ്മൾ പറയണം. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന വിഷയത്തെ നമ്മൾ എതിർക്കണം. വ്യക്തിഹത്യ നടത്തരുത്, കബളിപ്പിക്കൽ നടത്തരുത്. ഒയിലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ. കബളിപ്പിക്കുക, കുത്തിത്തിരിപ്പ് നടത്തുക, അവർക്കുള്ളതാണ് നരകം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഒയിലെന്ന മാരകമായ ചെരു അത് അവർക്കുള്ളതാണ്. വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു. വിശ്വാസികളെ, നിങ്ങൾ ഒന്നുകൂടി വിശ്വാസത്തിൽ ദാർഢ്യത വെക്കുക. യാ അയ്യുഹന്നാസ് എന്നല്ല പറഞ്ഞത്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ടല്ല പറയാണ് ആമിനു. നിങ്ങൾ നല്ലോണം ഉറച്ച് വിശ്വസിച്ചോളി. തളരരുത്, പ്രയാസപ്പെടരുത്. ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ച വാക്കുകൾ. രക്ഷപ്പെടാനുള്ള വഴികൾ തിരഞ്ഞെടുക്കുക. കാരണം നല്ല വഴികളിൽ ആൾ കുറവാണ്. മറ്റുള്ള വഴികളൊക്കെ, മോശമായ വഴികളൊക്കെ ബ്ലോക്കാണ്, വലിയ തിരക്കാണ് അവിടെ. നല്ല വഴിയിലൂടെ എളുപ്പത്തിൽ പോയിക്കൂടെ? മോശമായ വഴിയിൽ തിരക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ബ്ലോക്കായ വഴിയാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളത്.
നല്ല വഴി തിരഞ്ഞെടുക്കാൻ എപ്പോഴും അഞ്ചൊക്കത്തിലും നമ്മൾ പറയുന്നുണ്ട്, നല്ല വഴിയിലേക്ക് ചേർക്കണേ യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നല്ല വഴിയിലേക്ക് ചേർക്കണേ എന്ന് പറയാ. എന്നിട്ട് പോണതോ വേറെ വഴിക്ക്. പണ്ടാരോ പറഞ്ഞല്ലോ, നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം മാപ്പേരൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. എത്ര അർത്ഥവത്തായ പാട്ടാണെന്നറിയോ. പഠിച്ചവനെ, നല്ലതൊക്കെ പറയാനും നല്ലത് ഉൾക്കൊള്ളാനും നല്ല മനസ്സ് കിട്ടാനും എന്നോട് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും അപേക്ഷിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, പറയാണ്. അള്ളാഹു നമുക്ക് നല്ലതൊക്കെ പറയാനും നല്ലതൊക്കെ ചെയ്യാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്ന് ഫുള്ളായിട്ട് കേൾക്കാൻ നിങ്ങളെ മനസ്സുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു.